നമസ്കാരം. അവസാനം KPCC പ്രസിഡന്റ് കസേരയിലേക്ക് കെ സുധാകരൻ മടങ്ങിയെത്തിയിരിക്കുന്നു. പാർട്ടി തലപ്പത്തേക്ക് മടങ്ങാൻ താൻ ഒരു സമ്മർദ്ദവും പ്രയോഗിച്ചിട്ടില്ല എന്നൊക്കെ ആവർത്തിക്കുന്നതിനിടെയാണ് സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അറിയാമല്ലോ, തിരഞ്ഞെടുപ്പിനെ തുടർന്ന് KPCCയുടെ താൽക്കാലിക ചുമതല MM ഹസന് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സുധാകരനെ തിരികെ കൊണ്ടുവരാതിരിക്കുവാൻ പാർട്ടിയിൽ ചില നീക്കങ്ങൾ നടന്നു എന്നുള്ളതും സജീവമാണ്. അതിന് ഈ AICC സെക്രട്ടറിയുള്ള KC വേണുഗോപാൽ അതിന് ചുക്കാൻ പിടിച്ചിരുന്നു എന്നുള്ള കാര്യവും പൊതുസമൂഹത്തിനറിയാം. എന്നാൽ ഇതിനെ മറികടക്കാൻ സുധാകരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടൊരു നീക്കം നടത്തി. ആ നീക്കം ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, അതേസമയം താൻ പാർട്ടി അധ്യക്ഷനാകാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നും മറിച്ചുള്ള വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നൊക്കെ സുധാകരൻ ആവർത്തിക്കുമ്പോഴും ഇത് ആരുടെ ഇതൊക്കെ പറയുന്നത് എന്നൊന്ന് ഓർക്കുക. എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ലഭ്യമാകുന്ന വിവരമെന്ന് പറയപ്പെടുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇതിനുവേണ്ടി കാത്തുനിന്ന ആളാണ്. താൽക്കാലികമായി വിജയം സുധാകര പക്ഷത്താണെങ്കിലും തിരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമാകുകയാണെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടായേക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. തിരഞ്ഞെടുപ്പ് തോൽവി ഭയക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. അവരിൽ പലരും KPCCൻ്റെ ഈ പ്രസിഡന്റ് കസേര ലക്ഷ്യമിടുന്നുണ്ട്. ഭാവി മുഖ്യമന്ത്രി അല്ലെങ്കിൽ അതിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന പദവി ലക്ഷ്യമിടുന്നവരാണ് ഇതിൽ പലരും എന്നുള്ള കാര്യവും ഉറപ്പിക്കാം. മുൻ മന്ത്രിമാരായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, അടൂർ പ്രകാശുണ്ട്. അങ്ങനെ പ്രബലരായിട്ടുള്ള പലരും പല നീക്കങ്ങളും ഈ കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയം കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അട്ടിമറി മുന്നേറ്റം പലതും നടത്തുകയാണെന്നുണ്ടെങ്കിൽ കഥ ആകെ മാറി പറയും. കാരണം ഇന്ത്യ മുന്നണി നേടാനുള്ള സാധ്യത തുലവും കുറവാണ് എങ്കിൽ കൂടിയും ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഒപ്പം തന്നെ കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന സൂചനകൾ എന്ന് പറയപ്പെടുന്നത് BJPക്ക് ആശാവഹമല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉറ്റുനോക്കിയിരിക്കുകയാണ് നേതാക്കളെല്ലാവരും എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ കേന്ദ്രത്തിലെ BJP തന്നെ ഭരണം തുടരുന്ന പക്ഷം പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും നോട്ടം എന്ന് പറയപ്പെടുന്ന സംസ്ഥാനത്തെ സ്ഥാനമാനങ്ങൾ തന്നെയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 2026 തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുവാനുള്ള കരുനീക്കങ്ങളിലാണ് ഇപ്പോൾ കോൺഗ്രസ്. അത് സാധ്യമായില്ലെങ്കിൽ പലരും ഓപ്പറേഷൻ താമരയിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. EP ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ വരെ BJP ബാന്ധവത്തിന് ശ്രമിച്ച് ആ ഒരു സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷയോടെയാണ് BJP നേതൃത്വം മുന്നോട്ട് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആരെ കൂട്ടുപിടിച്ചായാലും എത്ര കോടി ഒഴുക്കിയിട്ടായാലും കേരളത്തിൽ ക്ലച്ച് പിടിക്കുവാനുള്ള കൊണ്ടുപിടിച്ച നീക്കങ്ങളാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാനും പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ KPCCയിൽ തന്നെയുള്ള ഈ അടി തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. KPCC പ്രസിഡന്റായിരുന്ന K സുധാകരന് ആ സ്ഥാനം തിരികെ നൽകാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നൊക്കെയായിരുന്നു K സുധാകരൻ അടക്കം ചിന്തിച്ചു വെച്ചിരുന്നത്. കാരണം ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് MM ഹസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പ്രസിഡൻ്റായിട്ട് നിന്നതെങ്കിൽ കൂടി അദ്ദേഹം അത്യാവശ്യം വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരുന്ന ഒരു സംവിധാനമാണ് KPCC പ്രസിഡന്റ് പദവി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ സുധാകരനേക്കാൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ആൾക്കാരോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കുവാനും ഇടപെടുവാനും പല കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് രാഷ്ട്രീയകാര്യ സമിതി അടക്കമുള്ളവ വിളിച്ച് വളരെ കൃത്യമായി നേതാക്കളോടൊക്കെ പല അഭിപ്രായങ്ങളും ആരാഞ്ഞുകൊണ്ട് ചെയ്യുവാനുള്ള ഒരു ശ്രമം നടത്തിയ ഒരു നേതാവാണ് MM ഹസൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. K സുധാകരൻ അങ്ങനെയല്ല. ധാർഷ്ട്യത്തോടു കൂടി KPCC പ്രസിഡന്റ് പദവി എന്ന് പറയപ്പെടുന്നത് എന്തോ വലിയ സംവിധാനമാണ്, അല്ലെങ്കിൽ ആ പദവിക്കപ്പുറം മറ്റൊരു പദവിയില്ല എന്നുള്ള തരത്തിലൊക്കെ ജനങ്ങളോടൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അണികളോടും നേതാക്കളോട് പോലും പരമപുച്ഛമായിരുന്നു ഈ KPCC പ്രസിഡന്റായ K സുധാകരന്. അത് പലപ്പോഴും BD സതീശനെ, അതായത് പ്രതിപക്ഷ നേതാവിനെ അടക്കം പൊതുവേദിയിൽ വെച്ചുകൊണ്ട് തെറിവിളിക്കുന്ന തരത്തിലേക്കുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാക്കുവാൻ ഈ K സുധാകരൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ വിവരമില്ലായ്മയും നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു കോംബോയല്ല ഈ KPCCക്ക് ആവശ്യം. കേരളത്തിൽ KPCCയെ നയിക്കുവാൻ യുവാക്കൾ വരട്ടെ, അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിന്ന് നയിക്കാൻ കെൽപ്പുള്ളവർ വരട്ടെ. അതായത് പ്രതിപക്ഷ നേതാവിന് കൂടെ അവരോടൊപ്പം യോജിച്ചു പോകാൻ കഴിയുന്ന തരത്തിൽ ഒന്നുകിൽ BD സതീശനും K സുധാകരന് പകരം മറ്റൊരാളും കൊണ്ടുവന്ന് BD സതീശൻ്റെ കോംബോയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക. ഇല്ല എന്നുണ്ടെങ്കിൽ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും മാറ്റുക, പുതിയ ആൾക്കാരെ കൊണ്ടുവരിക. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകാൻ കഴിയട്ടെ. ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ റോജി M ജോണും ഇവിടെ ഈ അടൂർ പ്രകാശും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ ശ്രമം നടത്തുകയാണ് KPCC പ്രസിഡന്റ് പദവിയിലേക്ക് എത്താൻ. മാത്രമല്ല PC വിഷ്ണുനാഥ് അടക്കമുള്ള യുവാക്കളിലേക്കും തിരിയുന്നുണ്ട്. VT ബൽറാമിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ ചിന്തകളിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ VT ബൽറാമോ വിഷ്ണുനാഥോ അല്ലെങ്കിൽ റോജി M ജോൺ ഇവരൊന്നും ഇതിന് യോഗ്യരാണെന്ന് തോന്നുന്നില്ല. KPCC പോലെ കോൺഗ്രസിനെ നയിക്കാൻ പറ്റിയ മുഖങ്ങളൊന്നും ആയിട്ടില്ല. പകരം കുറച്ചുകൂടി കരുത്തരായിട്ടുള്ളവരെ കൊണ്ടുവന്നിട്ട് KPCCയെ നയിക്കേണ്ടതുണ്ട്. മാത്രമല്ല VD സതീശനോടൊപ്പം ചേർന്ന് പോകാൻ കഴിയുന്ന നേതാക്കൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് K സുധാകരനെ മാറ്റുവാനുള്ള ഒരു ശ്രമം KC വേണുഗോപാലും ഒപ്പം തന്നെ സതീശനുമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു എങ്കിൽ കൂടിയും പക്ഷേ
അതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളാണ് ആദ്യം നടത്തിയിരുന്നത്. പക്ഷേ ഹൈക്കമാൻഡിനെ പ്രീതിപ്പെടുത്തുകയോ ഹൈക്കമാൻഡിൽ സ്വാധീനം ചെലുത്തുകയോ ചെയ്തുകൊണ്ട് സുധാകരൻ വീണ്ടും അധ്യക്ഷ പദവിയിലേക്ക് എത്തുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചെത്തുകയാണ്. അപ്പോൾ പരാജയം സംഭവിച്ചാലും സുധാകരനെ മാറ്റാതിരിക്കുവാനുള്ള ഒരു ശ്രമം സുധാകരൻ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ സുധാകരൻ്റെയൊക്കെ ഈ നയവും നിലപാടുകളും വളരെ വൃത്തികേടാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു അധികാരത്തിന് വേണ്ടി സ്വന്തം പാർട്ടിയെ തള്ളിപ്പറയുക, മറ്റൊരു പാർട്ടിയിൽ ചേരാൻ ശ്രമിക്കുക, എന്തൊരു ഗതികേടാണ്. അത് ഏത് പാർട്ടിക്കാർ ചെയ്താലും സ്വന്തം പാർട്ടിയുടെ ആശയവും അതിനോടൊപ്പം ചേർന്നിട്ടുള്ള നിലപാടുകളും സ്വീകരിക്കുന്നവരായിരിക്കണം ഒരു പാർട്ടിയിൽ നിൽക്കേണ്ടത്. പല പാർട്ടിയിൽ പോയി പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് പല അധികാര സ്ഥാനങ്ങൾ നേടി അതിനകത്ത് നിന്ന് കാശടിച്ചു മാറ്റുക എന്നത് മാത്രമാണല്ലോ ലക്ഷ്യം. അപ്പോൾ അഴിമതി മുഖമുദ്രയാക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഇത്തരത്തിലുള്ള നേതാക്കൾ ഒരു പാർട്ടിക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് സുധാകരൻ KPCCക്ക് പ്രസിഡന്റ് ആകണമെന്നൊന്നും ചിലപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പോലും കാണില്ല. അത് അങ്ങനെ പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ സുധാകരൻ മാത്രമായിരിക്കും. എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ 4 കഴിയുമ്പോൾ സുധാകരൻ്റെ ഈ പറയുന്ന KPCC അധ്യക്ഷ പദവി തെറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം വളരെ ചുറുചുറുക്കോട് കൂടിയിട്ടുള്ള ഒരാളെ KPCC പദവിയിലേക്ക്, അത് പ്രായം ചെന്നു പോയതാണെങ്കിലും യുവാവാണെങ്കിലും ആരെങ്കിലും ഒരാൾ ഈ പ്രസ്ഥാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലാതെ സ്വാർത്ഥ താല്പര്യത്തോടു കൂടിയല്ല, ഈ പ്രസ്ഥാനം ഉണ്ടാകണം, ഇവിടെ ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് അത്യാവശ്യമാണ് എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു നേതാവ് KPCCയുടെ നാഥനായിട്ടെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇപ്പോൾ തിരികെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയെങ്കിലും അതിൻ്റെ ആയുസ് 10-20 ദിവസം മാത്രമായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകേണ്ട സുധാകര. നിങ്ങളുടെ ഈ ധാർഷ്ട്യമൊന്നും ഇവിടുത്തെ സാധാരണക്കാരായ ഈ കോൺഗ്രസ്സുകാരോട് മാത്രമേ നടക്കൂ. പക്ഷേ വലിയ വലിയ നേതാക്കൾ നിങ്ങൾക്കുള്ള പണി 8ൻ്റെ തെറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഒരു 20 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 25 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ കണ്ണൂരിലേക്ക് മടങ്ങുക. ഇവിടെ KPCC പ്രസിഡന്റ് പദവി അലങ്കരിക്കുവാൻ അല്ലെങ്കിൽ ആ പദവിയിലേക്ക് എത്തുവാൻ യോഗ്യരായിട്ടുള്ള ചുറുചുറുക്കുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കണ്ടുപിടിച്ച് ആ പദവി അവരിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.